ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് ഒന്ന് കഴിക്കണം എന്ന് തോന്നിയാൽ ഇനി ബേക്കറിയിലേക്ക് ഒന്നും പോകണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അധികം എല്ലില്ലാത്ത പീസായിട്ടാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിലൊക്കെ കുറച്ച് കുരുമുളകിൻ്റെ ഒരു ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇത്തിരി കുരുമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 പൊട്ടറ്റോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റും. ഇതൊന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇപ്പം ഞാനിത് നല്ലവണ്ണം വെള്ളത്തിൽ മുക്കി വെച്ചിട്ടാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് ഇതിനൊരു 5-6 വിസിലാണ് അടിക്കുന്നത്. കാരണം ഈ പൊട്ടറ്റോ ക്യാരറ്റോ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു സവാള, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഇതൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഈ സവാള ഒരു 4 കഷ്ണാക്കിയിട്ട് ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതേ രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചിയും ഇതേപോലെ തന്നെ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ അടുത്തത് നമ്മൾ വെളുത്തുള്ളി, ആകെ ഒരു 3 അല്ലി വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി എടുത്താൽ മാത്രം മതി. ഇതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇത്രയും കറിവേപ്പിലയും കൂടി ഇതേ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിലേക്ക് അരിഞ്ഞെടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് ആ വെള്ളമൊക്കെ വറ്റി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ അത്യാവശ്യത്തിന് ഇങ്ങനെ വെന്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ നോക്കിയേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ആവശ്യമില്ല, ഒരു 3 ആയാലും മതി. എന്നിട്ട് നമ്മൾ ഇതിനെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്ത് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി കൊടുത്തിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്കല്ലെങ്കിൽ ഇതിനെ ഇതേപോലെ തന്നെ ഒന്ന് നൈസാക്കിയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്താലും മതി. അപ്പം എനിക്ക് അരച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു അടിയുള്ള കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെളുത്തുള്ളി, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ സവോളയും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഈ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഇളം ബ്രൗൺ കളർ ആവാന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 2 വട്ടം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും
പൊട്ടറ്റോയും കൂടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നല്ലവണ്ണം എല്ലാ ഭാഗത്തേക്ക് ആകത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ ഇതുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടിയിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. കാരണം ആ മിക്സിങ്ങിലാണ് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ പിടിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വീണ്ടും ഇതിനെ അതുകൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ വീണ്ടും നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിംഗ് ആണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഇത് അവിടേക്കും ഉപ്പും മുളകും എല്ലാതും ഇതിലേക്ക് പിടിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ കട്ട്ലേറ്റിന് ടേസ്റ്റ് കൂടുക. അപ്പം ഞാൻ ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല, ഈ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് നമ്മൾ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ഇതിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ടേസ്റ്റൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് എല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ദേ ഞാനിവിടെ മിക്സിങ് ആണ് ഇവിടെ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം ഈ മിക്സിങ് കറക്റ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ കട്ട്ലേറ്റിന് ടേസ്റ്റും കൂടുള്ളൂ. പിന്നെ നമ്മൾ അടി കട്ടിയുള്ള പാത്രം എടുക്കുന്നത് തന്നെ ഇത് പെട്ടെന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ്. ഇപ്പം നോക്കിയേ, നമ്മളിങ്ങനെ ഇളക്കും തോറും ഇത് വിരിയിച്ച് കിട്ടണത് ഈ അടി കട്ടിയുള്ള പാത്രം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ആവശ്യമാണ്. കാരണം നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടാണ് കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മുട്ട ഞാനിവിടെ അടിച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് പൊട്ടിച്ചെടുത്ത മുട്ടയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ അതിനൊന്ന് അതിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോൺഫ്ലോർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ പുറം ഭാഗം നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതേപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമുക്കറിയാം എല്ലാ ഇൻഗ്രീഡിയൻസും അതിലൊന്ന് നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാതും കൂടിയിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഓരോ ഉണ്ടകളാക്കിയിട്ട് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ നമ്മൾ എടുത്തിട്ട് ഞാനിവിടെ ഇതിനൊരു മോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ലവിൻ്റെ ഷേപ്പിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഓരോരോ ഉണ്ടകളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നോക്കിയേ, നല്ല അടിപൊളി ഷേപ്പായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് നമ്മുടെ ഓരോരോ ചിക്കൻ കട്ട്ലേറ്റും ഇവിടെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയുടെ ഇതിലുണ്ടല്ലോ, ഇതിലൊന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് നമ്മുടെ ഇതൊന്ന് ഡിപ്പ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഈ ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി മുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ വലത്തൈ കൊണ്ടാണ് മുട്ടയിൽ മുക്കിയത്, പിന്നെ നമ്മൾ ഇടത് കൈ കൊണ്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ഇതായിട്ട് കൈ ഒരിക്കലും ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതേ ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതേ രീതിയിലൊന്ന് ഇതിന് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ടാണെങ്കിൽ കയ്യിലിൽ എങ്ങാനും വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മേത്തേക്ക് തെറിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണയൊന്നും പുറത്തേക്ക് പോകില്ല. അങ്ങനെ നമുക്ക് ഇതിന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ, എപ്പോഴും നല്ല ഡാർക്ക് കളറിലായിരിക്കും നമ്മൾ പുറമെ നിന്നൊക്കെ കട്ട്ലേറ്റ് വാങ്ങുമ്പോൾ കിട്ടുക.
അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അങ്ങനെ ദേ നമുക്ക് ഓരോരോ ഭാഗങ്ങളൊക്കെ ആയിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഇത് നമുക്ക് ഇനി ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നോക്കിയേ, നമ്മുടെ കട്ട്ലറ്റ് നല്ല സൂപ്പർ ആൻഡ് പഫി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടി ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നോക്കിയേ, നമ്മുടെ അടുത്ത സെറ്റ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടയിൽ നിന്ന് ഇനി വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയാക്കി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.